ഇന്ത്യ സ്വാതന്ത്ര്യം നേടി 8 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും രാജ്യവിഭജനത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന സംഭവത്തിൽ ഒന്നാണ് മഹാത്മാഗാന്ധിയുടെ അവസാന നിരാഹാര സത്യാഗ്രഹവും പാകിസ്ഥാൻ ഇന്ത്യക്ക് നൽകേണ്ടിയിരുന്ന 55 കോടി രൂപയെ ചുറ്റിപ്പറ്റിയുള്ള വിവാദം പുറത്തു വന്നിരിക്കുന്നത്. വിഭജനത്തിന്റെ രക്തരുക്ഷിതമായ ഓർമ്മകൾ അത് മായും മുൻപേ തന്നെ കാശ്മീർ സംഘർഷവും ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിലെ കൂടുതൽ പ്രതിസന്ധിയും രാജ്യത്തെ പിടിച്ചുലയ്ക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയായിരുന്നു ഗാന്ധിജി ആകട്ടെ അദ്ദേഹത്തിന്റെ അവസാന പോരാട്ടം നടത്തിയത്. 1948 ജനുവരി 13 ഡൽഹിയിലെ ബിർള ഹൌസിൽ 78 വയസ്സിൽ ഗാന്ധിജി ആകട്ടെ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചു. ഡൽഹിയിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പൊട്ടിപ്പുറപ്പെട്ട വർഗീയ സംഘർഷം അവസാനിപ്പിക്കുക, ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കുക, പാകിസ്ഥാനിലെ ഹിന്ദു സിഖ് വിഭാഗങ്ങളുടെ തന്നെ ആ സുരക്ഷ ഉറപ്പാക്കുക എന്നിവയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ആവശ്യങ്ങൾ. സൈനിക ശക്തി കൊണ്ട് സമാധാനം സ്ഥാപിക്കാമെങ്കിൽ പോലും മനുഷ്യരുടെ മനസ്സിൽ ഐക്യവും വിശ്വാസ്യതയും വളർത്തിയെടുക്കാൻ കഴിയില്ല എന്നതായിരുന്നു ഗാന്ധിജിയുടെ വിശ്വാസം. എന്നാൽ ഈ നിരാഹാര സമരവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയത് പാകിസ്ഥാന്റെ വിഹിതമായ 55 കോടി രൂപ എന്ന വിഷയമായിരുന്നു. വിഭജന സമയത്ത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആസ്തികൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വിഭജിക്കാൻ തീരുമാനിക്കുകയാണ് ഉണ്ടായത്. അതിന്റെ ഭാഗമായി തന്നെ പാകിസ്ഥാന് നൽകേണ്ട ആ ഒരു തുകയിൽ ഒരു ഭാഗം നേരത്തെ തന്നെ കൈമാറിയിരുന്നെങ്കിൽ പോലും ബാക്കി 55 കോടി രൂപ ഇന്ത്യ അവിടെ തടഞ്ഞു വെക്കുകയാണ് ഉണ്ടായത്. കാശ്മീരിൽ പാകിസ്ഥാൻ പിന്തുണയുള്ള സായുധ സംഘർഷം ആക്രമണം നടത്തിയ സാഹചര്യത്തിൽ ഈ പണം ഇന്ത്യക്കെതിരെ തന്നെ ഉപയോഗപ്പെടുത്താമെന്ന ആശങ്ക പോലും ശക്തമായിരുന്നു. ഗാന്ധിജിയുടെ നിലപാട് പക്ഷേ വ്യത്യസ്തമായിരുന്നു. വിഭജന കരാറിന്റെ ഭാഗമായി തന്നെ പാകിസ്ഥാന് നിയമപരമായി ലഭിക്കേണ്ട തുക രാഷ്ട്രീയമായും സൈനികമായ സംഘർഷത്തിന്റെ പേരിൽ തടഞ്ഞു വെക്കുന്നത് ശരിയല്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. ഇന്ത്യ ഒരു കരാറിൽ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ പോലും അത് പാലിക്കണമെന്നും ധാർമ്മികതയും നീതിയും സാഹചര്യത്തിനനുസരിച്ച് തന്നെ മാറ്റിവെക്കുന്നില്ല എന്നും ഗാന്ധിജി അത് മാറ്റിവെക്കില്ല എന്ന ഒരു ഉറച്ച നിലപാട് ഗാന്ധിജി എടുത്തിരുന്നു. അവിടെ നിരാഹാരം രാജ്യവ്യാപകമായി തന്നെ വലിയ സമ്മർദ്ദത്തിന് വഴിവെക്കുകയും ഒടുവിൽ കേന്ദ്ര സർക്കാർ പാകിസ്ഥാന് 55 കോടി രൂപ കൈമാറാനുള്ള തീരുമാനം നടപ്പിലാക്കുകയും ചെയ്തിരുന്നു. ഇതോടുകൂടി തന്നെ ഗാന്ധിജിയുടെ നിലപാടിനെ പിന്തുണച്ചവരും ശക്തമായി എതിർത്തവരും അവിടെ രംഗത്തുണ്ടായിരുന്നു. ഒരു വശത്ത് കരാറിൽ പാലിക്കുവാനും വർഗീയ സംഘർഷം അവസാനിപ്പിക്കുവാനും ഗാന്ധിജി നടത്തിയ ധാർമ്മിക പോരാട്ടമാണ് ഈ തീരുമാനത്തെ കണക്കാക്കുന്നത്. മറുവശത്ത് കാശ്മീർ സംഘർഷം അവിടെ രൂക്ഷമായ സമയത്ത് പാകിസ്ഥാന് പണം നൽകാൻ ഇന്ത്യയെ നിർബന്ധിച്ചു എന്ന വിമർശനം പോലും ഉയർന്നിരുന്നു. ഗാന്ധിജിയുടെ ജീവിതത്തിലെ അവസാന ദിവസങ്ങളിലെ ഏറ്റവും നിർണായകമായ സംഭവങ്ങളിൽ ഒന്നായിരുന്നു ഈ നിരാഹാരം. വിഭജനത്തിന്റെ വേദന, മതസൗഹാർദ്ദത്തിന്റെ പോരാട്ടം, ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം, രാഷ്ട്രീയ തീരുമാനങ്ങളിലെ ധാർമ്മികത എല്ലാം ഒരൊറ്റ സംഭവത്തിൽ കൂടിച്ചേരുന്ന നിമിഷമായിരുന്നു. ഇന്നും ആ 55 കോടി രൂപ എന്ന ചരിത്ര സംഭവം ചർച്ചയാകുമ്പോൾ ഗാന്ധിജിയുടെ അവസാന നിരാഹാര സത്യാഗ്രഹം ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വിവാദപരമായ ഒരു കാര്യമായും അതേസമയം നിർണായകവുമായ ഒരു അധ്യായത്തിൽ ഒന്നായി തന്നെ തുടരുകയാണ്. ബ്രിട്ടീഷ് ഇന്ത്യ വിഭജിച്ചപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിൽ സാമ്പത്തിക ആസ്തികൾ പങ്കുവയ്ക്കാൻ ധാരണയായിരുന്നു. ഇതിന്റെ ഭാഗമായി 75 കോടി രൂപ പാകിസ്ഥാന് നൽകേണ്ടിയിരുന്നത്. ആദ്യ ഗഡുവായി 20 കോടി രൂപ കൈമാറിയെങ്കിലും ഇതിനിടെ തന്നെ പാകിസ്ഥാന് പിന്തുണയുള്ള സേന കാശ്മീരിലേക്ക് അധിനിവേശം നടത്തിയപ്പോൾ ബാക്കി 55 കോടി രൂപ കൈമാറുന്നത് നിർത്തിവെക്കാൻ സർദാർ വല്ലഭായ് പട്ടേൽ അടക്കമുള്ള നേതാക്കൾ തീരുമാനിച്ചിരുന്നു. എന്നാൽ ശത്രുത നിലനിൽക്കുന്നു എന്നതുകൊണ്ട് മാത്രം നിയമപരമായി നൽകാനുള്ള ആ ഒരു പണമാകട്ടെ അത് രാജ്യം പിന്നോക്കം പോകരുത് എന്ന ധാർമ്മിക നിലപാട് അന്ന് ഗാന്ധിജി സ്വീകരിച്ചിരുന്നു. ഗാന്ധിജിയുടെ ആരോഗ്യനില അതിവേഗം തന്നെ വഷളായതോടുകൂടി സർക്കാരിന് മേൽ കടുത്ത സമ്മർദ്ദമായി. തുടർന്ന് നെഹ്റുവും പട്ടേലും അടങ്ങുന്ന മന്ത്രിസഭ പാകിസ്ഥാൻ 55 കോടി രൂപ നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. ഗാന്ധിജിയുടെ ഈ നിലപാട് അന്ന് രാജ്യത്തെ അഭയാർത്ഥികൾക്കിടയിൽ പോലും ഹിന്ദുത്വ ഗ്രൂപ്പുകൾക്കിടയിൽ പോലും കടുത്ത അമർഷത്തിന് കാരണമായി. തുടർന്ന് ജനുവരി 18 വിവിധ സമുദായ നേതാക്കൾ നൽകിയ ആ സമാധാന ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഗാന്ധിജി നിരാഹാരം അവസാനിപ്പിക്കുകയാണ് ചെയ്തതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.